അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിലൊന്നാണ് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം. 1963 നടന്ന സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയോടുള്ള എതിർപ്പായിരുന്നു എന്ന വാദങ്ങൾ മുൻപും പലരും പല സമയത്തും ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കെന്നഡി വധവും ഇസ്രായേൽ ബന്ധവും ഒരിക്കൽ കൂടി അമേരിക്കയിൽ ചർച്ചയാവുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫയർ ബ്രാൻഡ് നേതാവും ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അഥവാ മാഗ ടീമിലെ മുൻനിര പോരാളിയുമായ മാർജോറി ടെയ്ലർ ഗ്രീനാണ് ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. അതാണ് കൗതുകമുണർത്തുന്ന കാര്യവും. ജോർജിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രസ് അംഗം കൂടിയാണ് മാർജോറി ടെയ്ലർ ഗ്രീനിന്റെ ആരോപണങ്ങളും അമേരിക്കയിലെ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാർജോറിയുടെ ഒരു ദീർഘമായ എക്സ്പോസ്റ്റ് ആണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തീപ്പൊരി നേതാവാണ് അവർ. ഗസയിലും ഇറാനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് അവരുടേത്. അതുമാത്രമല്ല, അതേ നിലപാടുള്ള മാഗ ടീമിന്റെ മുന്നണി പോരാളിയുമാണ്. മാർജോറിയുടെ യുദ്ധവിരുദ്ധ നിലപാടുകളെ വിമർശിച്ച് ഫോക്സ് ന്യൂസ് അവതാരകനും ജൂത മാധ്യമ പ്രവർത്തകനുമായ മാർക്ക് ലെവിൻ നടത്തിയ ഭീഷണി സ്വരത്തിലുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. താങ്കൾ വിഡ്ഢിയാണോ? പ്രസിഡന്റ് താങ്കളെ അവഗണിച്ച് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അതിൽ വളരെ അസ്വസ്ഥയാണ് താങ്കളെന്ന് തോന്നുന്നു. ഞാൻ വിടാൻ പോകുന്നില്ല. താങ്കൾ എന്റെ നിരീക്ഷണത്തിലുണ്ട്. ഇങ്ങനെയായിരുന്നു മാർക്ക് ലെവ് മാർജോറിക്കെതിരെ എക്സിലൂടെ ഭീഷണി ഉയർത്തിയത്. ദിവസവും തനിക്ക് ചില മനോരോഗികൾ അയക്കുന്ന വധഭീഷണിക്ക് സമാനമാണ് താങ്കളുടെ ഭാഷയും എന്നായിരുന്നു മാർജോറി ഇതിനോട് പ്രതികരിച്ചത്. ഈ നിലപാടുകൾ ഫോക്സ് ന്യൂസ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ലജ്ജാകരമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. താൻ ഇനി ജാഗ്രത പാലിക്കുമെന്ന് പറഞ്ഞാണ് അവർ ജോൺ എഫ് കെന്നഡി വധവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത്. അതിങ്ങനെയായിരുന്നു. അമേരിക്കൻ ജനത ഒന്നാകെ സ്നേഹിച്ച ഒരു മഹാനായ പ്രസിഡന്റായിരുന്നു കെന്നഡി. അദ്ദേഹം ഇസ്രായേലിന്റെ ആണവ പദ്ധതിയെ എതിർത്തു. പിന്നാലെ കൊല്ലപ്പെടുകയും ചെയ്തു. താൻ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇസ്രായേൽ നടത്തുന്നതടക്കമുള്ള എല്ലാ യുദ്ധങ്ങളെയും ഞാൻ എതിർക്കുന്നു. അതിന്റെ പേരിൽ എന്റെ ജീവനും അപകടത്തിലാണെന്ന് ഞാൻ ഭയക്കണോ? ഇറാനെതിരെ ആക്രമണം തുടർന്ന് ഇസ്രായേലിനെ രൂക്ഷമായി ശകാരിച്ച പ്രസിഡന്റ് ട്രംപിന്റെ സ്ഥിതി എന്താകുമെന്നും കെന്നഡിയുടെ അനുഭവം ചൂണ്ടിക്കാട്ടി മാർജോറി ചോദിക്കുന്നുണ്ട്. ഗ്രീനിന്റെ പരാമർശം US രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്, പ്രത്യേകിച്ചും പുതിയ ആഗോള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മാഗ ടീമിൽ ഉള്ളെടുത്ത ഭിന്നതയുടെയും തർക്കങ്ങളുടെയും തുടർച്ച തന്നെയാണ് പുതിയ വിവാദവും. വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയാൽ യുദ്ധക്കൊതിയന്മാരെയും യുദ്ധങ്ങളുടെ പങ്കുപറ്റുന്നവരെയും എല്ലാം പുറത്താക്കി ലോകത്ത് സമാധാനം സ്ഥാപിക്കുമെന്നായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് നടത്തിയ വലിയൊരു പ്രഖ്യാപനം. സമാധാന പാലകനും ഐക്യത്തിന്റെ വക്താവുമാണ് എന്നതായിരിക്കും തന്റെ പാരമ്പര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പുതിയ യുദ്ധങ്ങൾ തുടങ്ങാനോ ഏതെങ്കിലും യുദ്ധങ്ങളിൽ പങ്കാളിയാകാനോ ഇനി അമേരിക്കയെ കിട്ടില്ലെന്നും പ്രഖ്യാപനങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് ആയുധമായും സാമ്പത്തികമായും ബൈഡൻ നൽകി വന്നിരുന്ന സഹായങ്ങൾ ട്രംപ് ഭരണകൂടം തുടരുന്നതിൽ അതേ മാഗ ക്യാമ്പിൽ നിന്ന് തന്നെ വിമർശനമുയർന്നു. അപ്പോഴും മുൻ US ഭരണകൂടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിന്റെ യുദ്ധ താല്പര്യങ്ങളോട് അല്പം അകലം പാലിച്ചിരുന്നു ട്രംപ്. പലപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതും കണ്ടു. പശ്ചിമേഷ്യ സന്ദർശിച്ചിട്ടും ഇസ്രായേലിലേക്ക് തിരിഞ്ഞു നോക്കാതെ US പ്രസിഡന്റ് നാട്ടിലേക്ക് മടങ്ങിയ അപൂർവ സംഭവവും ഇതിനിടെ ഉണ്ടായി. ഇറാനെ ആക്രമിക്കാനുള്ള നെതന്യാഹുവിന്റെ പ്ലാൻ ട്രംപ് ആദ്യം പൊളിക്കുന്നതും അതേ നിലപാടിന്റെ തുടർച്ചയായാണ്. ഇസ്രായേൽ അറിയാതെ ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും അങ്ങനെ തന്നെ. എന്നാൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതോടെ ട്രംപിന്റെ ഉറച്ച നിലപാട് ഇളകുന്നത് നമ്മൾ കണ്ടു. ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളല്ലെന്ന് ജൂൺ 13 തന്നെ ട്രംപും US ഭരണകൂടം തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ചത് മാഗ അനുയായികളുടെ രോക്ഷം കൂടി ഭയന്നായിരുന്നു. ഇറാന്റെ പ്രത്യാക്രമണം കടുത്തതോടെ നെതന്യാഹു അമേരിക്കൻ ഇടപെടൽ പരസ്യമായി ആവശ്യപ്പെട്ടെങ്കിലും ട്രംപ് ആദ്യം ഒന്ന് മടിച്ചു. ഒടുവിൽ ബങ്കർ ബസ്റ്ററുകളുമായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തുകയും പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ഖത്തറിലെ സ്വന്തം സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ചപ്പോഴും ഒന്ന് അപലപിക്കുക പോലും ചെയ്തില്ല US. പകരം ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം, ഇനി സമാധാനമാകാം എന്ന് പറഞ്ഞ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപ്. ഗസ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടെ റിപ്പബ്ലിക്കന്മാരിൽ പ്രത്യേകിച്ച് മാഗ ടീമിൽ വലിയൊരു വിഭാഗം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരുന്നു. ഇസ്രായേലിന്റെയും അവരുടെ നേതാക്കളുടെയും വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിൽ US ഇടപെടേണ്ട എന്നായിരുന്നു ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. ഇനി കെന്നഡിയുടെ കൊലപാതകത്തിലേക്കും മാർജോറി ഉയർത്തിയ ആരോപണങ്ങളിലേക്കും വരാം. 1963 നവംബർ 22 ലോകത്തെ ഞെട്ടിച്ച ആ കൊലപാതകം നടക്കുന്നത്. അന്ന് വെറും 24 വയസ്സ് പ്രായമുണ്ടായിരുന്ന ലീ ഹാർവി ഓസ്വാൾഡ് എന്ന പഴയ US നാവിക സൈനികനായിരുന്നു കെന്നഡിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ടെക്സസിലെ ഡാലസിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കെന്നഡി. പരിപാടിക്ക് മുൻപായി ഉച്ചഭക്ഷണം കഴിക്കാനായി ഡാലസിലെ ഡീലി പ്ലാസയിലൂടെ ഭാര്യ ജാക്വലിൻ കെന്നഡിക്കും ടെക്സസ് ഗവർണർ ജോൺ കോണലിക്കും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്കുമൊപ്പം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് അതേ പാതയിലുള്ള ടെക്സസ് സ്കൂൾ ബുക്ക് ഡെപ്പോസിറ്ററിയുടെ 6ാം നിലയിൽ തോക്കുമായി നിലയുറപ്പിച്ചിരുന്നു ലീ ഹാർവി ഓസ്വാൾഡ്.
വാഹനം തൊട്ട് മുന്നിലെത്തിയതും കെന്നഡിയെ ലക്ഷ്യമാക്കി ഓസ്വാൾഡ് കയ്യിലുള്ള 6.5 mm കാർക്കാന തോക്കിന്റെ കാഞ്ചി വലിച്ചു. കെന്നഡിയുടെ കഴുത്തിലും തലയിലുമായി 2 വെടിയുണ്ടകൾ തുളഞ്ഞു കയറി. വെടിയേറ്റ് വീണ കെന്നഡിയെ ഉടൻ തൊട്ടടുത്തുള്ള പാർക്ക്ലാൻഡ് മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെടിവയ്പ്പിന് പിന്നാലെ ഓസ്വാൾഡ് ഓടി രക്ഷപ്പെട്ടെങ്കിലും അന്ന് വൈകിട്ടോടെ നഗരത്തിലെ ഒരു തിയേറ്ററിൽ നിന്ന് പോലീസിന്റെ പിടിയിലായി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ 2 ദിവസത്തിനു ശേഷം ജാക്ക് ലിയോൺ റൂബി എന്നൊരു നൈറ്റ് ക്ലബ് ഉടമ പ്രതിയെ വകവരുത്തുകയും ചെയ്തു. കെന്നഡിയുടെ മരണത്തിന് പിന്നാലെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ലിൻഡൻ ബി ജോൺസൺ US ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എൽ വാറന്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. 1 വർഷമെടുത്ത് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതും വലിയ വിവാദമായി. കൊലപാതകത്തിന് പിന്നാലെ ഉയർന്ന സംശയങ്ങളും ദുരൂഹതകളും എല്ലാം സമ്പൂർണ്ണമായി നിഷേധിക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട്. ഓസ്വാൾഡിന്റെ പ്രകോപനം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു തുമ്പുണ്ടാക്കാനും കമ്മീഷനായില്ല. റിപ്പോർട്ട് പൊതുസമൂഹം കണക്കിലെടുത്തില്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ ചാരസംഘം CIA-ക്കും ഇസ്രായേൽ ചാരസംഘം മൊസാദിനും കെന്നഡി കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള സംശയം ബലപ്പെട്ടു. ക്യൂബയിൽ നടത്തിയ ബേ ഓഫ് പിഗ്സ് ആക്രമണം പരാജയപ്പെട്ടത് തൊട്ട് പ്രസിഡന്റ് CIA സംശയിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഏജൻസി ഉടച്ചു വാർക്കാൻ കെന്നഡി നീക്കം നടത്തുന്നതായുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. കൊലയാളി ഓസ്വാൾഡ് എത്രയോ നാളായി CIA-യുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതായും പ്രചാരണങ്ങൾ ഉയർന്നു. മൊസാദിന്റെ കരങ്ങൾ സംശയിക്കപ്പെട്ടത് ഒരു ആണവ പദ്ധതിയുടെ പേരിലായിരുന്നു. 1960കളുടെ തുടക്കത്തിൽ നെഗേവ് മരുഭൂമിയിൽ ഇസ്രായേൽ തുടക്കമിട്ട ആണവ പരീക്ഷണമായിരുന്നു പ്രകോപനം. ഡിമോണ എന്ന പേരിലുള്ള ആണവ നിലയത്തിൽ അതീവ രഹസ്യമായിരുന്നു ഇസ്രായേലിന്റെ ആയുധ പരീക്ഷണം. അമേരിക്ക ആ വിവരം അറിയാൻ വർഷങ്ങളെടുത്തു. കെന്നഡിയെയും US വൃത്തങ്ങളെയും തെല്ലൊന്നുമല്ല അത് ചൊടിപ്പിച്ചത്. US ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണവ നിലയത്തിൽ പലതവണ പരിശോധന നടന്നു. ഒടുവിൽ കെന്നഡി കടുപ്പിച്ചതോടെ നിലയത്തിലെ ആണവ പരീക്ഷണം ഇസ്രായേൽ നിർത്തിവെക്കുകയായിരുന്നു. ഇതോടെയാണ് കെന്നഡിയെ വകവരുത്താനുള്ള ആലോചനകളിലേക്ക് ഇസ്രായേൽ കടക്കുന്നതെന്നായിരുന്നു മറ്റൊരു പ്രചാരണം. 2016 കെന്നഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് US നാഷണൽ സെക്യൂരിറ്റി ആർക്കൈവ്സ് പുറത്തുവിട്ട രേഖകളിൽ ഡിമോണ ആണവ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആണവ പരീക്ഷണം കെന്നഡി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയനെ സമ്മർദ്ദം ചെലുത്തി പദ്ധതി നിർത്തിവെപ്പിക്കുകയും ചെയ്തെന്നാണ് രേഖയിൽ പറയുന്നത്. എന്നാൽ മൊസാദിനോ ഇസ്രായേലിനോ കെന്നഡി വധത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ രേഖകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ മാസങ്ങൾക്ക് മുൻപ് ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട 63,000 പേജുള്ള രഹസ്യ രേഖകളിലും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല.